അവിടുന്ന് കാവലായിരിക്കുന്നു. ഞങ്ങളും സന്തതികളും പോകുന്നിടത്തും വസിക്കുന്നിടത്തും കരുണാമയ്യായ ഭഗവതി ഞങ്ങളുടെ കൂടെ രക്ഷിക്കണമേ. അഷ്ടൈശ്വര്യ സ്വരൂപിണിയായ അവിടുന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ആശ്രയം. ചെമ്മയും പോച്ചമ്മയും അവിടുന്നാകുന്നു, നീയാകുന്നു. രക്ഷയും ശിക്ഷയും അവിടുന്ന് നടത്തുന്നതിനായ അടിയനെ നീ തന്നെ കൈതന്നു കരകയറ്റണമേ. ദേവി, അടിയനെ അറിയുന്നില്ല. അന്യനെ ദ്രോഹിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന അടിയന് തോന്നരുതേ. ലോകാംബികെ ഭഗവതി ദേവി, കരുണയുണ്ടാകണമേ. അവിടുന്ന് ലോകത്തിന്റെ മാതാവാണ്. അടിയന്റെ ദുഃഖം അവിടുന്ന് അറിയുന്നില്ലേ. ദേവി, ചക്രത്തുകാവിലമ്മേ ദുഃഖേ ഭഗവതി ദേവി, ഭക്തിഹീനന്മാർക്ക് അപ്രാപ്യമായ തോന്നിക്കുന്ന സകലതും സമർപ്പിച്ച് അത് ഇനിയായിരിക്കണമേ. ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ സകലതും അമ്മേ പരാശക്തി കരുണാമയി ചക്രത്തുകാവിലമ്മേ, നിന്റെ അത്ഭുതങ്ങൾ നിറഞ്ഞ മഹത്വം ലോകം മുഴുവൻ, നിന്റെ അത്ഭുതങ്ങൾ നിറഞ്ഞ മഹത്വം ലോകം മുഴുവൻ വാഴ്ത്തി സ്തുതിക്കേണ്ടതും തരണമേ. മഹാരോഗങ്ങൾ മാറ്റി തരണമേ. ബലം തരണമേ. ദൈവമാകുന്ന ചക്രത്തുകാവിലമ്മേ, ഞങ്ങൾക്ക് ശരണമായി വരണമേ. ഞങ്ങൾക്ക് മതമത്സരാദികൾ ഒരിക്കലും തോന്നിക്കരുത്. ശാശ്വതമായ ഭക്തിയും നിത്യവും ചൂതുകളിയും മുൻകോപവും എന്നെ തീണ്ടുക. ഇനി എന്റെ ജീവിതം ഇവിടുത്തെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഒരു സന്തതിയായി സ്വീകരിച്ച് അനുഗ്രഹിക്കണമേ. ഒരു സന്തതിയായി സ്വീകരിച്ച് അനുഗ്രഹിക്കണമേ. മകന്റെ ഭാഗ്യം തരണേ പൊന്നു ദേവിയേ ശരണം. പരിഗണങ്ങളാണ് പൊന്നു ദേവിയേ ശരണം. ബോധവും തരണേ പൊന്നു ദേവിയേ ശരണം. ഓരോരുത്തരും സ്ത്രീ ആര് എന്ത് എന്ന് മനസ്സിലാക്കി സർവ്വ ഐശ്വര്യത്തോടുകൂടിയും സർവ്വ ദൃഢനിശ്ചയത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകണം എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. നമ്മുടെ മനസ്സിൽ ധാരാളം സങ്കടങ്ങളുണ്ട്, ധാരാളം വ്യതകളുണ്ട്, ധാരാളം കുറവുകളുണ്ട്. ഇതൊന്നുമില്ലാത്ത ഒരു മനുഷ്യ ജന്മം അല്ലെങ്കിൽ ഒരു സ്ത്രീ ജന്മം ഇല്ലേ ഇല്ല. അതുകൊണ്ട് നമ്മളാണ് തീരുമാനിക്കുന്നത് ഏത് ശരി ഏത് തെറ്റെന്ന്. നമ്മൾ തനിയെ ഭൂമിയിൽ വന്നു, നമ്മൾ തനിയെ ഇവിടുന്ന് പോകുന്നു. ആരെയും കൊണ്ടുപോകുന്നില്ല, ഒന്നിനെയും കൊണ്ടുപോകുന്നില്ല. നമ്മുടെ ആരുമല്ല, നമ്മുടെ കൂടെ ആരും വരുന്നുമില്ല, നമ്മുടെ കൂടെ ആരും പോകുന്നുമില്ല. സോ സന്തോഷം. ദേവി വന്ന് നമ്മുടെ ദേവിയുടെ ഭാഗമാണ്. നമ്മൾ ഓരോരുത്തരും ഈശ്വര അംശമാണ്. അങ്ങനെ നമ്മളാണ് ഈ ലോകത്തിനെ കണ്ട് നമ്മളാണ് ഈ ലോകം ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെ? അല്ലാണ്ട് വേറെ ഒരാളാണ് സന്തോഷവും നിറഞ്ഞത്
തീർക്കാൻ നിങ്ങളുടെ മുഖത്ത് ഞാനൊന്ന് ചിരി കണ്ടോട്ടെ. ഇത്രയധികം സങ്കടം എന്താ രാവിലെ? നമുക്ക് ഒരുപാട് ജോലിയൊക്കെ ഞാൻ സമ്മതിച്ചു, ഒന്ന് ചിരിക്കാമോ? മാത്രം അത് ആ ചിരി പകർച്ചവ്യാധിയാണ്. കൊട്ടാരം വരുമ്പോ ശ്രീമതി ബീന തങ്ങളുടെ പാദം കഴുകി പൂജിച്ചുകൊണ്ട്